ഫിലിപ്പിയർ 2:2. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:2 വാക്യമാണ് ഇന്നെടുക്കുന്നത്. നല്ല ആത്മാവിൻ്റെ ഒരു വലിയ പ്രചോദനം കൊണ്ടാണ് ഇത് കടന്നു വരുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. അപ്പോൾ സന്തോഷം പൂർണ്ണമാക്കുന്ന ഒരു റെസിപ്പിയാണ് ഇവിടെ തരുന്നത്. അതായത് എങ്ങനെ പരിശുദ്ധാത്മാവുള്ളവർക്ക് ഇത് ചെയ്യാനൊക്കത്തുള്ളൂ. ഏക മനസ്സുള്ളവർ. എപ്പോഴാണ് ഏക മനസ്സ് വരുന്നത്? പരിശുദ്ധാത്മാവുള്ളപ്പം മാത്രം. അല്ലാതെ ഈ പരിശുദ്ധാത്മാവ് ഉണ്ടായെന്ന് പറഞ്ഞാൽ പോലും എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമ്മൾ ഉപവസിക്കാൻ തുടങ്ങും. ചില വിഷയങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ നല്ല വിഷമം വരുമ്പം നമ്മൾ 1, 2, 3 ദിവസം ഉപവസിക്കാൻ ദൈവാത്മാവ് ചിലപ്പം പറയും. അത് വ്യക്തിപരമായിട്ട് ഓരോരുത്തരോട് സംസാരിക്കും. എനിക്കറിയാം പലര് ഫ്രണ്ട്സും എന്നെ കേൾക്കുന്ന പലർക്കും അത് മനസ്സിലാകുന്നുണ്ട്. ചിലപ്പം പറയും ഒരു 2 ദിവസം. എന്തിനാ അത്? പിന്നെ നമ്മൾ സഭകളിൽ ചെയ്യുന്ന ഉപവാസം അല്ല ഞാനീ പറയുന്നത്. ഒരു വിഷയം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ദൈവത്തിൻ്റെ ഹിതം എന്തറിയാൻ വേണ്ടി നമ്മൾ ദൈവത്തോട് ഒരു ഉടമ്പടി എടുത്തിരിക്കുകയാണ്. ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. അപ്പോൾ ഈ ദൈവത്തോൻ്റെ അടുക്കൽ ഉപവസിക്കാന്ന് വെച്ചാൽ കർത്താവിൻ്റെ അടുക്കൽ വന്നത് എന്തിനാ? ഈ ഒരു വിഷയത്തിന് എങ്ങനെ എനിക്കൊരു ഉത്തരം. കാരണം ഇതുവരെ നമ്മളിങ്ങനെ ആദ്യ പോകേണ്ട പ്രയാസത്തിൽ ഈ വിഷമം എങ്ങനെ പരിഹരിക്കുമെന്ന് വിഷമിക്കുമ്പോൾ പലപ്പോഴും നമ്മളിങ്ങനെ കുഴി തോണ്ടിങ്ങനെ താഴോട്ടങ്ങ് പോവുകയാണ്, അല്ലാതെ നമ്മൾ വങ്ങുന്നില്ല. അന്നേരം ആരെങ്കിലും കർത്താവ് തന്നെ പറയും നീ ഒരു 3 ദിവസം ഉപവസിക്കുക. അതിൻ്റെ അർത്ഥം എൻ്റെ കൂടെ ഒന്ന് ഇരിക്കുകയെന്ന്. അപ്പം 3 ദിവസം ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കാഴ്ചപ്പാട് മാറിയിട്ട് ദൈവശബ്ദം കേൾക്കുവാൻ തുടങ്ങുമ്പം നമ്മുടെ കൂടെ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ ദൈവം ഒരാളോ 2 പേരോ ചിലപ്പം കുറച്ച് കൂട്ടമായിട്ടോ ഇരിക്കും. പക്ഷേ ഈ ഏക മനസ്സുണ്ടാക്കണമെങ്കിൽ സമയമെടുക്കും. അഭിപ്രായങ്ങൾ. ഇപ്പോൾ നമ്മളൊരു വിഷയം പ്രാർത്ഥിക്കും. പ്രാർത്ഥന വിഷയം ഉണ്ടോയെന്ന് ചോദിക്കും. പ്രാർത്ഥന രോഗസൗഖ്യത്തിന് പ്രാർത്ഥിക്കുമ്പോൾ എളുപ്പം നമുക്ക് സാധിക്കും. എന്നാൽ ചില കാര്യങ്ങളിൽ ജോലിയുടെ കാര്യമേ അല്ലെങ്കിൽ മക്കളുടെ പഠിത്തമൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ചിലപ്പം അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലർക്കാണ്. അങ്ങനെയുള്ളപ്പം പ്രാർത്ഥിക്കാൻ ഐക്യത വരത്തില്ല. പക്ഷെ പ്രാർത്ഥനയിൽ ഐക്യത വരണമെങ്കിൽ കൂട്ടായ്മയായിട്ട് ഇരിക്കണം കുറച്ച് നേരം. പ്രാർത്ഥനാ വിഷയം ഏറ്റെടുത്താൽ പ്രാർത്ഥന വിഷയം പ്രാർത്ഥിക്കും. പക്ഷേ എത്ര പേർക്ക് ഉത്തരം കിട്ടുന്നുണ്ട്? ഒരു 3 ദിവസം ഉപവസിച്ച് ദൈവസന്നിധി ഒരാളൂടെ മതി. 2 പേരുണ്ടെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു അനുഗ്രഹമാണ്. ഒരാളും കൂടെ നമ്മുടെ ആത്മാവിനോട് ചേർന്ന്, അതായത് നമ്മുടെ മക്കളെ പോലെ തന്നെ അവരുടെ മക്കളും ഒരുപോലെ കണ്ട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് പ്രയോജനമായി. അതല്ല എൻ്റെ വിഷയം പോലെ അത് ഏറ്റെടുക്കുന്നവരാണെങ്കിൽ അതിന് വിഷയത്തിന് ഉത്തരം കിട്ടും. അങ്ങനെയുള്ളവരെ കിട്ടുന്നതല്ലേ തരുന്നത് പരിശുദ്ധാത്മാ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാ നിങ്ങൾ ഏക മനസ്സുള്ളവരെ. ഏക മനസ്സുണ്ടാക്കാൻ പാടാണ്. ഏക മനസ്സ് പരിശുദ്ധാത്മാവിലെ കിട്ടത്തുള്ളൂ. ഏക സ്നേഹം, ഒരേ സ്നേഹം വരണം. ഐക്യമത്യപ്പെട്ട്, അവിടെ ഐക്യതയാണ് വരേണ്ടത്. ഏകഭാവം, ഒരേ ഭാവമുള്ളവരാക്കി ഇങ്ങനെ എൻ്റെ സന്തോഷം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിനാണ് ഉപവാസം. മനസ്സിലായോ? കർത്താവ് പറയുന്നത് ശ്രദ്ധ വെച്ച് കേൾക്കാൻ വേണ്ടി ഒരു മനസ്സ് വേണമല്ലോ. നമുക്ക് ഈ ഫിലിപ്പിയർ 2:1 വാക്യം ഇങ്ങനെയാണ്: ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിൻ്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ. ഒന്ന് യേശുക്രിസ്തുവിനുള്ള എൻകറേജ്മെൻറ്റ്, പിന്നെ സ്നേഹം ഉണ്ടായിരിക്കണം. അതിൽ സ്നേഹത്തിലായിരിക്കണം നമ്മൾ കൂടുന്നത്. പിന്നെ ആത്മാവിൻ്റെ കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട്. ദൈവം നിർദ്ദേശിക്കുകയാണ് ഏക മനസ്സുണ്ടായിരിക്കും, ഏക സ്നേഹം, ഐക്യമത്യപ്പെട്ട്. ഞാനിത് കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മയുടെയൊക്കെ കാലത്ത് പ്രയാസമുള്ളപ്പം സ്ത്രീകൾ ഒന്നിച്ച് തിങ്കൾ ചൊവ്വ ബുധൻ 3 ദിവസം അവർ ഉപവസിക്കും. പലപ്പോഴും എൻ്റെ അമ്മ തന്നെയാണ് വചനം കൊടുക്കുന്നത്. ഞാനുണ്ടെങ്കിൽ എന്നെ കൊണ്ട് വചനം പറയിപ്പിക്കാറുണ്ട്. ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട് ഈ 3 ദിവസം കൂടെ ഒന്നിച്ച്. അപ്പോൾ അവർ വരുന്നവർ ഒരു 1, 2, 3 ദിവസം വരുന്നവർ തന്നെ ഒന്നിച്ച് കൂടും. അവരുടെ ഭാരങ്ങളും കാണും. പക്ഷേ പ്രത്യേക ഈ ഫാമിലിക്ക് വേണ്ടിയാണ് 3 ദിവസം ഇരിക്കുന്നത്. ഒരു പ്രാവശ്യം ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു മകള് അവൾ നേഴ്സിങ്ങിനെങ്ങാണ്ട് നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് തിരിച്ച് ഊമയായിട്ടാണ് കടന്നു വന്നത്. ഒറ്റ അക്ഷരം മിണ്ടൂല. അപ്പോൾ അവളുടെ അപ്പന് പേടിയായി. കാരണം ഈ കൊച്ചിന് മിണ്ടാതായിക്കഴിഞ്ഞാൽ എന്തെടുക്കും. അങ്ങനെ ആ ഒരു ഭവനത്തിൽ ചെന്ന് ഞങ്ങൾ 3 ദിവസം ഉപവാസ പ്രാർത്ഥന എടുത്തു. 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും നമ്മൾ മെയിനായിട്ട് എടുക്കുന്ന ഈ കുഞ്ഞ് സംസാരിക്കണം. 10-22 വയസ്സുള്ള കുട്ടി നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞേച്ച് പോയിട്ട് പുറത്ത് ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ മിണ്ടുന്നില്ല.
വീട് ഒരു തരം മരിച്ച വീട് പോലെയാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ. നമ്മളവിടെ 3 ദിവസം 10-20 പേരോട് നമ്മൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, പാട്ട് പാടി, വചനം പറഞ്ഞു, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ കൂടെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ വരെടുത്തു. 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ കുട്ടിയുടെ മൗനം മാറി, സംസാരിക്കാൻ തുടങ്ങി. അതാണ് ഏക മനസ്സ്, അതാണ് ഏക സ്നേഹം, ഒരേ പർപ്പസാണ്. അങ്ങനെ ഒരു കൂട്ടം ഇല്ല എങ്കിൽ, വെറുതെ കൂട്ടം കൂടി പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് കൂടുന്നതിനകത്തൊന്നും ഒരു പ്രസക്തിയില്ല. അതിനകത്ത് നമ്മുടെ ആത്മാവിനോട് ചേരുന്ന 1-2 പേരെ കിട്ടിയെങ്കിൽ ദൈവത്തിന് നന്ദി പറയുവിൻ. അങ്ങനെയുള്ളവരെ ദൈവം കാണിച്ചു തരും നമുക്ക് വേണ്ടി ആവശ്യം. ഞാൻ എൻ്റെ ജീവിതത്തിൽ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ആദ്യം ഒരാവശ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തി എനിക്ക് തരും ആ സമയം. പക്ഷേ അടുത്ത പ്രാവശ്യം പ്രശ്നം വരുമ്പോൾ ആ വ്യക്തി എല്ലാവർക്കും എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നത് വേറൊരു വ്യക്തിയെ തരും. കാരണം എന്നോട് ചേർന്ന് നിന്ന് ആ വിഷയത്തിൽ അതേ ഭാരത്തിൽ കൂടെ പോയിട്ടുള്ളവർ നമ്മുടെ അടുക്ക വരും. അപ്പോൾ ഐക്യത്തിൽ പ്രാർത്ഥിക്കാൻ കൃപ തരും. ഏക മനസ്സ്, പിന്നെയുണ്ട് ഏക ഭാവം, ഏക സ്നേഹം. ഇതെല്ലാം ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ അങ്ങനെയാകുമ്പം എൻ്റെ സന്തോഷം പൂർണ്ണമാണ്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പം ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അതാ വീണ്ടും പറയുന്നു, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണണം. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി ദുരഭിമാനമില്ലാതെ വിനയത്തോടുകൂടി വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ ആവശ്യം നമ്മുടേതായിട്ട് എടുക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് മാനിക്കും. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം. ഒരു പ്രാർത്ഥനയ്ക്ക് നമ്മൾ കൂടുകയാണ്, പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്ക് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്, എത്ര കൂട്ടമുണ്ട്. നമുക്ക് ആ ഒരു വിഷയം എടുത്ത് ഇപ്പം പലപ്പോഴും ഞങ്ങളുടെ ചെറിയൊരു പ്രേയർ ഗ്രൂപ്പിനകത്ത് ഓരോരുത്തരും നമുക്കതൊന്ന് മാറ്റി വെച്ചേച്ച് ഈ ഒരു വിഷയം മാത്രം എടുക്കാമെന്ന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗമണ്ഡലത്തിൽ അതിനൊരു വ്യതിയാനം ഉണ്ടാകുന്നുണ്ട്. ഈ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് ഈ ലോകത്തിലേക്കും പ്രയാസമുള്ള ഒരു കാര്യം പ്രാർത്ഥനയാണ്. നമ്മളെല്ലാവരും പ്രശംസിക്കുമല്ലോ, അയ്യോ അവരത് ചെയ്തു തന്നു, ഇവരത് ചെയ്തു തന്നു, അവരില്ലായിരുന്നെങ്കിൽ. പക്ഷെ നമ്മൾ ആരെങ്കിലും പ്രാർത്ഥിക്കുന്നവരെ പ്രശംസിച്ച് കേട്ടിട്ടുണ്ടോ? ഹാവ് യു എവർ നോട്ടീസ് ദാറ്റ്? ഒരാവും പോലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒന്നാമത് അവർ പറയത്തില്ല, അറിയും, നമുക്കറിയാം. പക്ഷേ പ്രാർത്ഥിക്കുന്ന ആളുകളെ പ്രശംസിച്ചവിടെ ഒരു ചർച്ചിൻ്റെ നെടുന്തൂണ് പുറയിൽ കുറച്ച് പേര് പ്രാർത്ഥിക്കുന്നവരറിയാമോ? ഇപ്പം തന്നെ ഞാൻ പോകുന്ന ചർച്ചുണ്ട്, എനിക്കവിടെ പരിശുദ്ധാത്മാവിൽ മുമ്പിൽ നിൽക്കുന്നവരെ ഒന്നുമല്ല ആത്മാവിൽ കാണിക്കുന്നത്. എനിക്ക് ആത്മാവിൽ ചില വേറെ വ്യക്തികളെ ഇങ്ങനെ കാണിച്ചു തരും, 1, 2, 3 പോലെ ഇങ്ങനെ കാണിച്ചു തരും. മുൻപ് നിൽക്കുന്നവർ ഒരു അഡ്മിനിസ്ട്രേഷനായിട്ട് ചെയ്തു, പക്ഷെ ദൈവത്തിൻ്റെ കൃപയുള്ളവർ അതിനകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അത് ഹിഡൻ, അതായത് മുത്തുച്ചിപ്പി പോലെ അവരവിടെ ഇരിക്കുകയാണ്. അവരെ കൊണ്ട് വലിയ പ്രയോജനമുണ്ടെന്ന് നമുക്ക് തോന്നില്ല, പക്ഷെ അവരാണ് അതിൻ്റെ വിളക്ക്. നമ്മളത് ചിന്തിച്ചിട്ടില്ല, ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ഹൃദയം നമ്മളോട് ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരാളെങ്കിലും കിട്ടിയാൽ ഭാഗ്യമായി. ഐക്യമത്യപ്പെട്ടു പ്രാർത്ഥിക്കുമ്പോൾ യേശു എങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്ന് എഴുതിയിട്ടുണ്ട്. യേശു എങ്ങനെ എന്തിനാ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ അല്ലെങ്കിൽ ഭാര ഏറ്റെടുത്തപ്പം യേശു എങ്ങനെ തൻ്റെ വിയർപ്പ് തുള്ളി രക്തമായിട്ട് വീഴുന്നിടം വരെ യേശു പ്രാർത്ഥിച്ചെന്ന് നമുക്കങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയാമോ? അപ്പോൾ പ്രാർത്ഥനയ്ക്ക് തട്ടുകളുണ്ടില്ലേ? ഇല്ലേ? പ്രാർത്ഥനയ്ക്ക് പല തട്ടില്ലേ? ക്രിസ്തു ഇരുന്ന് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ വേർപ്പ് രക്തത്തുള്ളിയായിട്ട് വീഴുക അത്രമാത്രം തീക്ഷ്ണമായ പ്രാർത്ഥനയാണ്. ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഉണർന്ന് പ്രാർത്ഥിപ്പീൻ. അവർ 3 പേരും അവർക്ക് സങ്കടം കൊണ്ട് ഉറങ്ങിപ്പോയിരുന്നു. ഞാനും അങ്ങനെ കിട്ടും, സങ്കടം വരും നമ്മൾ കിടന്ന് ഉറങ്ങിക്കളി. എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. അന്നേരം ഒരാളെ ദൈവം തരും പ്രാർത്ഥിക്കാൻ കൂടെ, പക്ഷെ പ്രാർത്ഥിക്കാൻ. അതിനടുത്ത വാക്യമാണ് ഇങ്ങനെ പറയുന്നത്, ക്രിസ്തു ചെയ്തത്. യേശു ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോട് സമത്വം മുറുകെ പിടിച്ച് കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു. അതിന് ദൈവത്വമെല്ലാം അവിടെ ഒഴിച്ചു വെച്ചാൽ ഇങ്ങോട്ട് വന്നത്. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങിയെന്ന്. മനുഷ്യനായി വിളങ്ങിയ ഒരാളേ ഉള്ളൂ കേട്ടോ, അത് യേശു ക്രിസ്തുവാണ്. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി അവനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും
ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ മുടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്തു. കർത്താവ് പുത്രനാം ദൈവം തന്നെത്താനെ ക്രൂശുമരണത്തോളം താഴ്ത്തി അനുസരണമുള്ളവനാകയാൽ പിതാവിൻ്റെ ആഗ്രഹം പുത്രനിൽ കൂടെ പൂർത്തീകരിച്ച് നമുക്ക് വേണ്ടി രക്ഷ, അല്ലെങ്കിൽ നമ്മുടെ വലിയ മരണത്തെ മാറ്റിത്തന്ന ക്രിസ്തു എനിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നതിനാൽ ഏതൊരു വിഷയം എടുത്ത് പ്രാർത്ഥിച്ചാലും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാ, ഏക മനസ്സുള്ളവർ, ഏക ആത്മാവുള്ളവർ, ഏക സ്നേഹം പൂണ്ട് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവെ കൃപ തരണമേ. 1. 2, ആത്മാവുള്ളവർ. നമുക്ക് തന്നെ പ്രാർത്ഥിക്കാൻ അറിയാത്തപ്പം ആ വിഷമിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ ഉത്തരം തരാൻ പറ്റിയ ഒരാൾ, കർത്താവ് ആരെ നിയോഗിക്കും? നമ്മൾ കാണുന്നവരായിരിക്കത്തില്ല, പക്ഷെ കർത്താവിനറിയാം. തക്ക സമയത്ത് ദൈവം നമ്മുടെ ഒന്നൊന്നിച്ചെന്ന് 3 ദിവസം ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് നോക്കാൻ കർത്താവ് ഒരിക്കലും നടക്കാത്ത ചില കാര്യങ്ങളൊക്കെ നമ്മളിൽ കൂടെ അപ്പച്ചൻ വിടുതൽ തരാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാഥ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശ് മരണം ഏറ്റെടുത്തു. അതായത് ക്രൂശ് മരണത്തോളം നിന്നെ തന്നെ താഴ്ത്തി അനുസരണമുള്ളവനാകയാൽ പിതാവാം ദൈവം പുത്രനെ അങ്ങേയറ്റം ഉയർത്തി. അതുകൊണ്ട് സകല മുഴങ്കാൽ അവൻ്റെ മുമ്പിൽ മടങ്ങും. ഏത് ശക്തി ആപിച്ച നിൻ്റെ മുമ്പിൽ മടക്കാത്ത? ഏത് ബന്ധന ആപിച്ച? ഏത് ഭൂതോത്ര ആപിച്ച? ഏത് ശത്രുവിൻ്റെ ദുഷ്ട കണ്ണാപ്പിച്ച? ഏത് ജലസി ആപ്പിച്ച? ഏതാണ് നമ്മുടെ മുമ്പിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത്? സകലതും നഗ്നവും മലർന്നും നിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എതിലേ കൂടെ പതിയിരിച്ച് അവൻ കയറി വരുന്നു. ഒക്കത്തില്ല കർത്താവേ, വേലി കെട്ടി ഉറപ്പിച്ചിരിക്കുന്നതിന് സ്തോത്രം. 70 വട്ടം അതിശക്തമായ വേലി കൊണ്ട് നീ കെട്ടി തീയുടെ മതിൽ നിർത്തി തന്ന് ശത്രു കരിഞ്ഞു പോത്തക്കത്തിന് മതിൽ കെട്ടിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറകളോട്, ഞങ്ങൾക്കുള്ളവരോട്, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ മേലെ ഭാരം കൊണ്ടും പ്രയാസം കൊണ്ടും എന്ത് ചെയ്യണം അറിയാതെ നെടുവീർപ്പെടുന്നിടത്ത് ആത്മശക്തിയുള്ള ഒരു കൂട്ടിനെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ച് അതിനല്ല പ്രാർത്ഥിക്കുമ്പോൾ 2 പേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ നീ ഉത്തരം തരിക തന്നെ ചെയ്യും. അങ്ങനെയുള്ള ഉത്തരം തരാൻ തക്കവണ്ണം തക്ക സമയത്ത് ന്യായത്തോടെ വിധിക്കുന്ന ദൈവം ഇറങ്ങി വന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ ജയമെടുക്കുന്ന ദൈവം നീ ആകിയാൽ സ്തോത്രം. താവേ, നിൻ്റെ ഉന്നതമായ ഈ പദവി സകല മുഴങ്കാലും നിൻ്റെ മുമ്പിൽ മടക്കുമെന്ന് വാഗ്ദത്തം ചെയ്തെങ്കിൽ ഞങ്ങൾക്കെതിരായിരിക്കുന്ന ശത്രു എത്ര വലുതാണെങ്കിലും ഈ ലിബിയാദാനെ തോൽപ്പിച്ച ദൈവം, ഈ സർപ്പത്തെ വെട്ടിമാറ്റിയ ദൈവം ഞങ്ങൾക്ക് ജയത്തിൻ്റെ കൊടിയെന്ന് ഉയർത്തിയിരിക്കുന്നതിന് നന്ദി പറയുന്നു. അത് തലമുറയായിട്ട് നിൻ്റെ ആത്മാവിനെ പകർന്നുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങളവരുടെ നന്മ കാണുവാൻ തക്കവണ്ണം നീ ചെയ്യുന്ന നന്മകൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ, ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രാർത്ഥന വിഷയം കർത്താവ് നിൻ്റെ സന്നിധിയിൽ സ്തുതിപ്പോടും സ്തോത്രത്തോടും കൂടെ കടന്നു വന്ന് അതായത് നിനക്ക് നേർച്ച നേർന്ന് നീ ചെയ്യുന്ന നന്മകൾക്ക് നന്ദിയുടെ നേർച്ച പറഞ്ഞ് സ്തോത്രമെന്ന ദരയാകത്താൽ നിൻ്റെ മുമ്പിൽ വന്ന് നിന്നെ സ്തുതിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. അല്പസമയം നിൻ്റെ സന്നിധിയിൽ സാവകാശത്തോടെ ഇരുന്ന് ഓരോ വിഷയത്തിൽ എന്താണ് ഉത്തരമെന്ന് പറഞ്ഞു തരുന്നത് കേൾക്കാനും അതിൽ ഉറച്ചു വിശ്വസിക്കാനും ഉറപ്പോടെ പറയാനുള്ള കൃപ തരണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. അതിനത് ചെയ്യുന്നതിനാൽ നന്ദി. താവേ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.